ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തുന്നുലാപുരം. ഇന്ന് 28 ജൂലൈ മാസം 2024 ഞായറാഴ്ച. കർക്കിടക മാസം 12 മാസം 21 വരുന്നത്. പ്രധാന വാർത്തകൾ: കറണ്ട് ചാർജ് കൂട്ടാൻ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് തീരുമാനിച്ചു. അർജുനെ കാണാതായിട്ട് തെരച്ചിൽ ആരംഭിച്ചിട്ട് 13 ദിവസം. ഭീകരാക്രമണത്തിൽ പട്ടാളക്കാർക്ക് വീരമൃത്യു. 5 സൈനികർക്ക് പരിക്കുണ്ട്. ചെറുകിട കച്ചവടക്കാരനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇസ്രായേൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട്. ബലിതർപ്പണം ആഗസ്റ്റ് 3. അമ്പംകുന്ന് യുനാനി ഡോക്ടർ മുഹമ്മദ് മുസ്ലിയർ നിര്യാതനായി. മത്സ്യത്തൊഴിലാളികൾ അർജുനെ തിരയാൻ സഹായിക്കും. രാജവെമ്പാല പാമ്പിനെ വീട്ടിൽ നിന്നും പിടികൂടി. വീട് കയറി ആക്രമണം നടത്തിയ 3 ആളിനെ വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കന്നുകാലിക്കടത്തിൽ ചെക്ക് പോസ്റ്റിൽ ഗുണ്ടാപ്പിരിവ് നടത്തുന്നുണ്ട്. വാർത്തകൾ വിസ്തരിച്ച്. നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ വൈദ്യുതി ബോർഡ് തീരുമാനിച്ചു കറണ്ട് ചാർജ് ഇനിയും കൂട്ടണമെന്ന്. അവർ മേസൻ്റെ വട്ടത്തിലിരുന്ന് കൂട്ടം കൂടി അതിന് പറ്റിയിട്ട് ഗവൺമെൻറ്റിനെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു റെഗുലേറ്ററി കമ്മിറ്റി. വൈദ്യുതി കിട്ടുന്നതിൻ്റെ ചിലവ് താങ്ങണമെങ്കിൽ പണിക്കാരുടെ കൂലിയും അതോടൊപ്പം കമ്പിക്കാലുകൾ കൂടെ പൊട്ടി വീണതും മരങ്ങൾ പൊട്ടി വീണിട്ടും കമ്പി നാശമാകുന്നതുകൊണ്ടും വൈദ്യുതി കൊണ്ട് ട്രാൻസ്ഫോമറിൽ എത്തിക്കണമെങ്കിൽ നല്ല ചിലവുണ്ട് എന്ന് മനസ്സിലായി. അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാൻ ചില്ലറപ്പെട്ട ബുദ്ധിമുട്ടൊന്നുമല്ല. യൂണിറ്റിന് ഇനിയും ചാർജ് കൂട്ടണം. ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ കിട്ടിയാലേ വൈദ്യുതി ബോർഡ് രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത്. നിലവിൽ KSRTCയും KSEBയും ഒരേപോലെയാണ്. എത്ര കിട്ടിയാലും മതിയാവില്ല എന്നാണ് പറയുന്നത്. എത്ര ചാർജ് കൂട്ടിയാലും ആ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ ലാഭമൊന്നുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പഴി മാത്രം ലാഭം. അർജുനൻ എന്ന ലോറി ഡ്രൈവറിനെയും ലോറിയെയും കാണാതായിട്ട് ഇന്നേക്ക് 13 ദിവസമായി. ഇപ്പോഴും ആ ശിരൂരിൽ ഗംഗാ നദിയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. തിരയാൻ തുടങ്ങി അപ്പം തുടങ്ങും മഴ. പോരാത്ത് ഭയങ്കരമായ അടിയൊഴുക്കുണ്ട് എന്നാണ് പറയുന്നത്. രാവും പകലും നിന്നിട്ടൊക്കെ ആൾക്കാർ വേണ്ട പോലെ ആ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് കർണാടക ഗവൺമെൻറ് നടത്തുന്നുണ്ട്. സഹായിക്കാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അർജുനെ എന്ന ലോറിക്കാരനെ കണ്ടെത്തുന്നുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാവരും. ഒരുപാട് പേര് പള്ളികളിൽ വെള്ളിയാഴ്ച കുത്തുവ നിസ്കരിച്ചതിന് ശേഷമായി മുമ്പായിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും കേരളത്തിലെ ജനങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് അവരുടെ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി കിട്ടാൻ വേണ്ടിയിട്ടും ജീവൻ രക്ഷിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളെല്ലാം ക്രമപ്രകാരം നടത്തുന്നുണ്ട്. തീവ്രവാദി ആക്രമണങ്ങളിൽ സൈനികന് വീരമൃത്യു. കാശ്മീരിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായത്. അവിടുത്തെ ഭീകരൻ്റെ കൂടെ കൂട്ടം ചേർന്നിട്ട് ഇന്ത്യയിലത്തെ പട്ടാളക്കാരന് വെടിവെക്കാൻ വന്നു. അതിൽ കുറേ എണ്ണം മരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിൽ അവരെ പോരാടി തോൽപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പട്ടാളക്കാരന് വീരമൃത്യു വരിക്കാൻ ഇടയായിട്ടുണ്ട്. 5 പട്ടാളക്കാർക്ക് പരിക്ക് പറ്റിയതായിട്ട് പട്ടാള മേധാവി അറിയിച്ചിട്ടുണ്ട്. ഏത് തന്ത്രവും പാകിസ്ഥാനിൽ നിന്നുള്ളത് നമ്മുടെ നാട്ടിൽ വിലപ്പോവില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്ത്യയെ
കാത്തുരക്ഷിക്കുന്ന, ഇന്ത്യയുടെ അഭിമാനം കാക്കുന്ന, ഇന്ത്യക്ക് സംരക്ഷണം നൽകുന്ന സൈനികർക്ക് എല്ലാവിധ പിന്തുണയും സംരക്ഷണവും ഇന്ത്യ ഗവൺമെൻറ് 100% ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ചെറിയ പീഡിയക്കാരനെയും ഇടത്തരം പീഡിയക്കാരനെയും ഒക്കെ സഹായിക്കാമെന്ന് ആലത്തൂരിലെ പ്രശസ്ത ഇഷാത്തുൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു സന്നദ്ധ സംഘടന അറിയിച്ചിട്ടുണ്ട്. ആമസോണിൽ നിന്നും അതുപോലെയുള്ള ഒരുപാട് ഓൺലൈൻ കമ്പനികൾ നമ്മുടെ നാട്ടിൽ വീടാന്തരം എല്ലാവരുടെയും സാമാനങ്ങൾ കുറഞ്ഞ റേറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലത്തെ പീഡിയക്കാർക്ക് കച്ചവടമില്ല. പലരും ലോൺ എടുത്തിട്ടും കെട്ടിയവളുമാരുടെ സ്വർണം പണയം വെച്ചിട്ടും പലരുടെയും കടം വാങ്ങിയിട്ടൊക്കെയാണ് കട നടത്തുന്നത്. അതിന് പുറമെ പഞ്ചായത്തിൻ്റെ ടാക്സും അതുപോലെ ലൈസൻസും പണിക്കാർക്കുള്ള കൂലിയും കറണ്ട് ചാർജും എന്നു വേണ്ടുന്നുള്ള എല്ലാം കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നാണ് പീഡിയക്കാർ പറയുന്നത്. മുണ്ടിയ പരസ്യം ചെയ്തിട്ട് നാപ്പിട്ടോള് അങ്ങനെയുള്ള ആമസോണ്, ഫ്ലിപ്പ്കാർട്ട് എന്നീ കമ്പനികൾ ജനങ്ങൾക്ക് പരസ്യത്തിലൂടെ ഓരോ സാമാനങ്ങൾ കാണിച്ചിട്ട് ഞങ്ങൾ കമ്മിയാക്കി തരങ്ങ് പീടിയെ പോകണ്ട പറഞ്ഞിട്ട് പലരിനെയും വീഴ്ത്തുന്നൊരു സ്വഭാവമുണ്ട്. നമ്മുടെ മക്കൾക്ക് ഒരു നേരം ബിസ്ക്കറ്റ് കടം തരണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വല്ല ആപത്തുകളോ ദുരന്തങ്ങളൊക്കെ വരികയാണെങ്കിൽ സഹായിക്കാൻ ഈ വ്യാപാരികൾ മാത്രമേ ഉള്ളൂ എന്ന് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട് എന്ന് ഈ മേൽ പറഞ്ഞ ഇഷാത്തുൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെയുള്ള കുറേ നാടിന് ഉപകാരം ചെയ്യുന്ന നന്മകൾ മാത്രം ചെയ്യുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകളും സന്നദ്ധ പ്രവർത്തക സംഘടനകളും ഒരുപോലെ തീരുമാനിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പീഡിയക്കാരൻ നമ്മളെ തന്നെ സഹായിക്കാനേ ഉള്ളൂ, പുറത്തുനിന്ന് ആരും വരാനില്ല. അതുകൊണ്ട് കമ്മിയായി കിട്ടുന്ന സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാലക്കാട് തിരുസൂരും പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരുത്തിച്ച് അത് ഉപയോഗിക്കാൻ നിൽക്കണ്ട. നമ്മുടെ നാട്ടിലുള്ള ആളുകളെ എങ്ങനെയെങ്കിലും സഹായിക്കണം, പാവങ്ങൾ ജീവിച്ചു പോട്ടെ എന്നാണ് ഒരു പറ്റം ആൾക്കാർ നമ്മുടെ ആലത്തൂരിലെ വ്യാപാരികൾക്ക് സഹായ മനസ്ഥിതിയോടുകൂടി പറഞ്ഞു വരുന്നത്. ബലിതർപ്പണം ആഗസ്റ്റ് 3 തന്നെ പല അമ്പലങ്ങളിലും നടക്കും. അന്ന് നല്ല മഴയൊക്കെ ഉണ്ടാവും. മരിച്ചവരിൻ്റെ ആത്മാവിന് നിത്യശാന്തിയും മോക്ഷവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഹിന്ദു ആചാരപ്രകാരം ബലിതർപ്പണം പല പുഴയുടെ ഓരങ്ങളിലായിട്ടും അതിനു വേണ്ടിയുള്ള പ്രത്യേക കടവുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ 6:30 മുതൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അമ്പംകുന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങളായിട്ട് യുനാനി ചികിത്സ നടത്തുന്ന ഡോക്ടർ മുഹമ്മദ് മുസ്ലിയർ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. അജ്മീറിലേക്ക് തീർത്ഥാടന യാത്ര ചെയ്യാൻ വേണ്ടി പോയിട്ട് വരുമ്പോൾ അഹമ്മദാബാദ് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന വരികയും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങേണ്ട അവസ്ഥ വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അജ്മീറിലും അതുപോലെയുള്ള പുണ്യം ലഭിക്കുന്ന പല മക്കാമുകളിലും സിയാറത്തിനും മറ്റും പോവുക അദ്ദേഹം പതിവാണ്. അദ്ദേഹത്തിന് അവരുടെ എല്ലാ കുരുത്തവും പൊരുത്തവും ഉള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹം ചികിത്സിക്കുന്ന രോഗികൾക്ക് വളരെയധികം ശമനം കിട്ടാറുണ്ട്, രോഗത്തിന് സമാധാനം കിട്ടാറുണ്ട്. വീണ്ടും അദ്ദേഹത്തിനെ തേടിയിട്ട് പലരും വരാറുണ്ടായിരുന്നു. എല്ലാ മക്ബറകളിലും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ പോയി സന്ദർശിക്കുക പതിവാണ്. അദ്ദേഹത്തിന് പല മക്കാമുകളിൽ നിന്നും അനുഗ്രഹവും അതുപോലെയുള്ള ഊറ്റവും കിട്ടിയിട്ടുണ്ട് എന്നാണ് ജനങ്ങൾ പൊതുവെ വിശ്വസിച്ച് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബറടക്കം ഒരാഴ്ച എത്തിച്ചേരുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഇന്ന് തന്നെയായിട്ട് മറമാടുന്നാണ് അറിയാൻ കഴിഞ്ഞത്. മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾ
ഏത് ഒഴുക്കിൽപ്പെട്ടാണെങ്കിലും ഞങ്ങൾ അർജുനെ രക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അനുവാദം മാത്രം തന്നാൽ മതി എന്ന് കർണാടക ഫിഷറീസ് വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. എത്ര കുത്തൊഴുക്കാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഞങ്ങൾ അടിത്തട്ടി പോയിട്ടാണെങ്കിലും അർജുനെ കണ്ടെത്തുക തന്നെ ചെയ്യുന്നു അവിടുത്തെ നല്ലവരായ മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾ അവിടുത്തെ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. രാജവമ്പാല എന്ന വലിയ മൂർഖൻ പാമ്പിനെ പാലപ്പുഴയിൽ നിന്നും പിടിച്ചു. വീട്ടുകാർ വീട്ടിൽ നിന്ന് വെളിയിൽ സാമാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി വരുമ്പോൾ വാതിൽ തുറന്നപ്പോഴാണ് വലിയൊരു പാമ്പ് അവിടെ നെടുനീളത്തി കിടക്കുന്നത് കണ്ട് വീട്ടുകാർ നിലവിളിച്ചിട്ട് ചെത്തം ഉണ്ടാക്കിയിട്ട് അപ്പുറം ഇപ്പുറമുള്ളതിനെയൊക്കെ അറിയിക്കുകയും അവർ അവിടുത്തെ വനം വകുപ്പ് ഓഫീസറിനെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. അപ്പം തന്നെ അവർ ജീപ്പിൽ പാമ്പിനെ പിടിക്കുന്ന കാരയങ്കാട് മുഹമ്മദ് അലി പറയുന്ന ചങ്ങാതിയും കൂട്ടിയിട്ട് വന്നു. അയാൾ പുഷ്പം പോലെ ആ വലിയ മൂർഖൻ പാമ്പിനെ പിടിച്ച് ചാക്കിലാക്കുകയാണ് ചെയ്തത്. പാലക്കുഴി PCIയിൽ വേബിൻ്റെ വീട്ടിലാണ് ഈ സംഭവം നടന്നത്. ആ വലിയ മൂർഖൻ പാമ്പിന് 3 വയസ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അവർ പോകുമ്പോൾ ചേരപ്പാമ്പിനെ തിന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയാണ് കണ്ടത്. ആര് കണ്ടാലും ആ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് വിറച്ച് മൂത്രമൊഴിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അത് കൊടിയ വിഷമുള്ള വലിയ മൂത്ത പാമ്പാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. വീട്ടിൽ കയറിയിട്ട് ആക്രമണം നടത്തിയ 3 ആൾക്കാരനെ പോലീസ് പിടിച്ചു. ആലത്തൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വടക്കഞ്ചേരിയിൽ കുറച്ച് ദിവസം മുമ്പാണ് ഒരു കാര്യമില്ലാണ്ട് വീട്ടുകാരനെ ആക്രമിക്കാൻ വന്നതും വീട്ടുകാരിലുള്ള പെണ്ണുങ്ങളെ വടിപാട് കൊണ്ട് വെട്ടേറ്റ് കുത്തിയിട്ടും ഒക്കെ കൊടുവാട് വീശിയിട്ടൊക്കെ പരിക്കേൽപ്പിച്ചത്. ആൾക്കാർ പറഞ്ഞതനുസരിച്ച് അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഈ 3 ആൾക്കാരും എന്നറിയാൻ കഴിഞ്ഞു. ഒരാൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ വീട്ടുകാരിപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടത്തുന്നത്. കന്നുകാലികളെ കൊണ്ടുപോകണ വണ്ടികൾ തടഞ്ഞു നിർത്തിയിട്ട് ചെക്ക് പോസ്റ്റിൽ ഗുണ്ടാ പിരിവ് തുടങ്ങിയിട്ട് കുറേ കാലമായി എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാടിനെയൊക്കെ മേടിച്ചിട്ട് ലോറിയിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പശുവിനെ നോക്കുന്നവരാണ്, ഇത്രയും കുത്തി നിറച്ച് ശ്വാസം മുട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, മര്യാദയ്ക്ക് അതിനെ ഇറക്കി വിട്, ഇല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന കാശ് വേണം പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പിടിച്ചു പറി ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരിയിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കുറേ പോത്തുകളിനെയും മൂരികളിനെയൊക്കെ വണ്ടിയിൽ നിന്ന് ഒരു ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ട് ഇറക്കിയിട്ട് പിന്നെ കൊണ്ടുവന്ന ആൾക്കാരെ ഓട്ടിച്ച് വിട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ വേഗം കിട്ടിയ വണ്ടിക്ക് ജീവനം കൊണ്ട് ഓടി വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കോട്ടയത്തേക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോയിരുന്നവ അപ്പോഴാണ് മുഖം മൂടി ധരിച്ച കുറേ ആൾക്കാർ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു പാടുപെട്ട് വാങ്ങിക്കൊണ്ടുവന്ന മൂവിനെയും പുത്തിനെയൊക്കെ കട്ടുകൊണ്ടുപോയത്. CCTVകളും ആളിൻ്റെ അറിവിൻ്റെ മുകർ പരിചയമൊക്കെ വെച്ച് നോക്കിയിട്ട് ആൾക്കാർ ഇന്ന കള്ളന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് വടക്കഞ്ചേരി പോലീസുകാർ 3 ആൾക്കാരനെ ജയിലിലാക്കിയിട്ടുണ്ട്, പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെയാണ് കേട്ടത്. ഒളിമ്പിക്സ് എന്ന വലിയൊരു കളിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലംകോട്ടിൽ ശ്രീവിദ്യാലയ സ്കൂളിൽ ഒരുക്കിയ ഒളിമ്പിക്സ് ഗ്രാമം എന്ന സംഭവം വളരെയധികം പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒളിമ്പിക്സിൽ കളിക്കുക, എങ്ങനെ സമ്മാനം കിട്ടുക, ഏതൊക്കെ രാജ്യങ്ങളുണ്ട് എന്നൊക്കെ അവിടെ ചെറിയ വിവരണം അവിടുത്തെ മേഷുമാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 117 ആൾക്കാരാണ് അത്ര പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് കാണാനല്ല അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് വിവരം കിട്ടി. അതിൽ കുറേ പേര് ചെക്കന്മാരും കുറേ പെണ്ണുങ്ങളും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും കുറച്ച് പേര് അതിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരൊക്കെ നല്ല വിജയം കരസ്ഥമാക്കിയിട്ട് ജയിച്ചിട്ട് സ്വർണ്ണ പതക്കവും വെള്ളിപ്പതക്കവും വെങ്കല പതക്കവുമായിട്ടൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്പോർട്സും PT ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സുബ്രഹ്മണ്യം മാഷ്
സർവജന ഹൈസ്കൂളിന് മുമ്പത്തെ അധ്യാപകനായിരുന്ന സുബ്രഹ്മണ്യ മഹർഷി 93 വയസ്സ് നിര്യാതനായി. മൂപ്പര് ഏറെ പ്രശസ്തനും പ്രഗത്ഭനുമായിരുന്നു. കുട്ടികൾക്ക് സ്പോർട്സിൽ മാത്രമല്ല ട്രെയിനിങ് നൽകിയിരുന്നത്, ഒരു നല്ല സംഘടനാ പ്രവർത്തകനും അമ്പല കമ്മിറ്റിയിലത്തെയൊക്കെ വളരെ പ്രധാനപ്പെട്ട സൗമ്യശീലനായ ഒരു മാഷായിരുന്നു മൂപ്പര്. ഒരുപാട് കുട്ടികൾക്ക് അറിവും വിവരമൊക്കെ പങ്കുവച്ചിട്ടുണ്ട് മൂപ്പര്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നമ്മുടെ വാർത്താ ഗ്രൂപ്പും അതുപോലെ നേരത്തെ മരണപ്പെട്ട മുഹമ്മദ് ഉസ്താദിൻ്റെ പേരിൽ നമ്മൾ ഒരു ദുഃഖം രേഖപ്പെടുത്തുന്നതായിട്ട് അറിയിക്കുന്നുണ്ട്. നമ്മുടെ പീട്ടിയ മേഷായത് സുബ്രഹ്മണ്യ മേഷിൻ്റെ ഭാര്യയും മകള് ദീപ ടീച്ചറും ഒക്കെ വളരെ ദുഃഖിതരാണ്. വടക്കഞ്ചേരി CA സ്കൂളിൽ ടീച്ചറാണ് ദീപ ടീച്ചർ. അവൻ്റെ മരുമകൻ ശോഭനകുമാർ വടവന്നൂർ ഹൈസ്കൂളിലെ റിട്ടയർഡ് പെൻഷൻ പറ്റിയ അധ്യാപകനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൊർണംകുളം അമ്പലത്തിൽ കർക്കിടക വാവുബലി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ശ്രീ ഉരിയരി തേവർ ക്ഷേത്രം എന്ന അമ്പലത്തിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത്. ബലിതർപ്പണത്തിന് പുറമെ തിലാഹോമവും നടക്കുന്നാണ് പറയുന്നത്. വിശ്വനാഥൻ തോട്ടത്തിൽ ശരത്ത് നമ്പൂരി ഇവരൊക്കെ അതിന് നേതൃത്വം കൊടുക്കുന്നതാണ് പറയുന്നത്. ആഗസ്റ്റ് 3 വെളിച്ചമാകുമ്പോൾ 6:30 മുതൽ 8:30 വരെയാണ് ബലിതർപ്പണത്തിലുള്ള സൗകര്യം ഒരുക്കി വച്ചിരിക്കുന്നത്. ശിരൂര് പറയുന്ന സ്ഥലത്ത് ഗംഗാ നദിയിൽ തെരച്ചിൽ നടത്തുന്നവർക്കും ലോറി ഡ്രൈവർക്കും അതുവഴി പോണ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ട് നമ്മുടെ SYS ഗ്രൂപ്പ് അവിടുത്തെ മേഖലാ കമ്മിറ്റി അതിനുള്ള ഭക്ഷണങ്ങളും വെള്ളവും നൽകി സഹകരിക്കുന്നുണ്ട്. വലിയൊരു ഉപകാരമാണ് അവർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ജൂലൈ 28 SYSൻ്റെ വകയായിട്ട് റൗളത്തുൽ ഖുർആൻ എന്ന വിഷയം സ്ത്രീകൾക്ക് ഓൺലൈനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ബാച്ച് പലപ്പോഴായിട്ട് കഴിയുകയും ഒരുപാട് വനിതകൾക്ക് അതിലൂടെ അറിവ് കിട്ടുകയും ഖുർആനെ പറ്റിയിട്ട് അവർക്ക് നല്ല അറിവ് കിട്ടുകയും കൂടുതൽ പേര് കുറച്ചുകൂടി ദീനീപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നല്ല ദീനീ വിജ്ഞാനം നൽകുന്ന ഒരു പരിപാടിയാണ് ഈ റൗളത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ നേരാവണ്ണം ഓതാൻ പോലും അറിയാണ്ട് അക്ഷരങ്ങൾ പോലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് സഹോദരിമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ കുറച്ച് നേരം സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് 2 ലോകത്തും വിജയം കിട്ടും എന്നാണ് ഈ SYSൻ്റെ സംഘാടകർ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ കഴിഞ്ഞു.